ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. യൂദായുടെ ലേഖനം 24-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പുനരുത്ഥാനത്തെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ പുനരുത്ഥാനം എന്തിനാണ് എന്നതിനെ കുറിച്ചാണ് ഈ വാക്യത്തിൽ നമുക്ക് വായിപ്പാനിടയായിട്ടുള്ളത്. അഥവാ പിതാവിന്റെ മുമ്പിൽ നമ്മെ കാഴ്ചവയ്ക്കേണ്ടതിന്, അഥവാ വീഴാതവണ്ണം നിർത്തേണ്ടതിന് തുടങ്ങിയ കാര്യങ്ങളാണല്ലോ യൂദായുടെ ലേഖനത്തിൽ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്രകാരം തന്നെ നാം തുടർന്ന് ചിന്തിക്കുമ്പോൾ എന്തിനൊക്കെ വേണ്ടിയാണ്? ശാരീരിക രൂപാന്തരം ഉണ്ടാകേണ്ടതിനു വേണ്ടി. 1 കൊരിന്ത്യർ ലേഖനം 15:51 മുതൽ 58 വരെയുള്ളതായ വാക്യങ്ങളിൽ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മർത്യമായത് അമർത്യത്തെയും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും പ്രാപിക്കേണ്ടതിന് എന്ന് അവിടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതേപോലെ വാഗ്ദത്ത നിവർത്തിക്കായിട്ട് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ വന്ന് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നുള്ളതായ വാഗ്ദത്തം നൽകിക്കൊണ്ടാണ് കർത്താവ് കടന്നുപോയത്. യോഹന്നാന്റെ സുവിശേഷം 14:3 നമുക്കത് മനസ്സിലാക്കുവാനായിട്ടും കഴിയുന്നുണ്ട്. അടുത്തതായിട്ട് പ്രതിഫലം നമുക്ക് നൽകേണ്ടതിന് വേണ്ടിയിട്ട് 2 കൊരിന്ത്യർ ലേഖനം 5:10 അതാണ് വ്യക്തമാക്കുന്നത്. നാം പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട്, അഥവാ തിരുസന്നിധിയിലെത്തുമ്പോൾ നമുക്ക് പ്രതിഫലം കർത്താവ് നൽകും എന്നുള്ളത് നമ്മുടെ ഭാവി പ്രത്യാശയാണല്ലോ. 5-ാമത്തെ കാര്യം, മഹാപീഡനത്തിൽ നിന്നുള്ള വിവേചനത്തിനായിട്ട്, അഥവാ മഹാപീഡന കാലത്ത് സഭ ഇവിടെ ഉണ്ടായിരിക്കത്തില്ല എന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 21:36 സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതിന് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഫലശേഖരണത്തിന് വേണ്ടിയിട്ടാണ്. റോമാലേഖനം 8:23 ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരുടെ കൂട്ടിച്ചേർപ്പാണ് പുനരുത്ഥാനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും കഴിയും. 7-ാമത്തെ കാര്യം, ശരീരത്തിന്റെ രക്ഷാപൂർത്തിക്കായിട്ടാണ്. അതായത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അതാണ് എബ്രായ ലേഖനം 9:28 1 തെസ്സലോനിക്ക ലേഖനം 5:3 അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 8-ാമത്തെ കാര്യം, നീതിമാന്മാരുടെ വേർതിരിവാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ളതായ ആ പുനരുത്ഥാനത്തെ കുറിച്ച് ഫിലിപ്പിയ ലേഖനം 3:11 പൗലോസ് അതാണ് എടുത്തു പറയുന്നത്. അടുത്തത്, സഭയെ തേജസ്സോടെ മുൻനിർത്തും എന്നുള്ള ആ വാഗ്ദത്ത നിവർത്തിക്കേണ്ടതിനു വേണ്ടിയാണ്. 10-ാമത്തെ കാര്യം, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയും പ്രവർത്തനങ്ങളും തടഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുമ്പോൾ സഭയും മാറ്റപ്പെടും. മഹാപീഡനത്തിലൂടെ സഭ കടന്നു പോകത്തില്ല. ആ മഹാപീഡനത്തിന് മുൻപ് സഭയെയും മാറ്റേണ്ടതിന് വേണ്ടിയാണ് പുനരുത്ഥാനം നടക്കുന്നത്. പിന്നീട് നാം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ദീർഘനാളായി വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ്. ആമേൻ കർത്താവേ വരേണമേ എന്നുള്ളത്. വിശുദ്ധന്മാരുടെ ആ പ്രത്യാശ പൂവണിയേണ്ടതിനു വേണ്ടിയാണ് കർത്താവ് തന്റെ വിശുദ്ധന്മാരെ അതേ പുനരുത്ഥാന ശരീരത്തോടുകൂടെ ചേർക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതെ, അപ്രകാരം ആ പുനരുത്ഥാനം എന്തിന്? ഈ പറയപ്പെട്ട കാര്യങ്ങളുടെ നിവർത്തീകരണത്തിനാണ് പുനരുത്ഥാനമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ്. അതെ, അതിനായി നാം കാക്ഷിച്ചിരിക്കുന്നല്ലോ. പ്രത്യാശയോടെ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്ന
ശാശ്വതമാം വീട്ടിലും സേവകർ ദേവദൂതരല്ലോ. ദൈവപ്പൊന്മുഖം ദിനം കണ്ടിടും, ശുദ്ധരോടൊന്ന ഞാൻ സ്തുതിച്ചിടും. ദൈവപ്പൊന്മുഖം ദിനം കണ്ടിടും, ശുദ്ധരോടൊന്ന ഞാൻ സ്തുതിച്ചിടും. തേജസ്സിൽ